കേരളത്തിലെ എല്ലാ ജില്ലകളിലും എല്ലാ താലൂക്കുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ താലൂക്ക് തല അദാലത്തുകൾ. മന്ത്രിമാർ നേരിട്ട് പങ്കെടുക്കുന്നു. ഉദ്യോഗസ്ഥ സംവിധാനം സജ്ജമായിട്ടുണ്ടാകും. വരുന്ന പരാതികൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിഹരിക്കും. പരിഹരിക്കാൻ കഴിയാത്തവ മന്ത്രിമാരുടെ ഈ അദാലത്തിൽ പങ്കെടുക്കുന്ന മന്ത്രിമാരുടെ മുൻപിലേക്ക് എത്തിക്കും. ഇതാണ് അതിൻ്റെ ഒരു രീതി. ആ രീതിയിലൂടെയാണ് വരുന്ന പരാതികൾക്ക് വലിയ പരിഹാരം ഉണ്ടാകുന്നത് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ ഒരു സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ആ സാമ്പിൾ വിശദാംശങ്ങളുമായി നമ്മൾക്കൊപ്പം ഇനി വരുന്നത് ശരത്താണ്. ശരത് ഓങ്ങല്ലൂരാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. ശരത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശരത്. എങ്ങനെയുണ്ട് സ്വന്തം നാട്ടിലെ താലൂക്ക് തല അദാലത്തുകളൊക്കെ? മുക്കത്താണ് താമസം. ശരത്ത്, വലിയ രീതിയിൽ ആൾക്കൂട്ടം എല്ലാ രീതിയിലും ഈ അദാലത്തുകളെ വലിയ രീതിയിൽ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്നലെയായിരുന്നു കോഴിക്കോട് ജില്ലയിലെ ആദ്യ താലൂക്ക് തല അദാലത്ത് എന്ന് പറയുന്നത്. കോഴിക്കോട് താലൂക്കിലെ തന്നെയായിരുന്നു ആദ്യത്തെ അദാലത്ത്. അതിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനുമാണ് അദാലത്തിന് നേതൃത്വം നൽകിയത്. ആകെ 474 പരാതികളാണ് ഇത്തരത്തിൽ അദാലത്തിലേക്ക് വന്നത്. അതിൽ 280 പരാതികൾക്കും അപ്പോൾ തന്നെ പരിഹാരം കണ്ടെത്താൻ സാധിച്ചു. അതിൽ 190 പരാതികൾ ഉദ്യോഗസ്ഥ തലത്തിലും ബാക്കിയുള്ള മന്ത്രിമാരുടെ ഇടപെടലിൻ്റെ ഭാഗവുമായിട്ടാണ് ഇത്തരത്തിൽ പരിഹരിക്കാൻ സാധിച്ചത്. അതായത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ മന്ത്രിമാർ നേരിട്ടെത്തുക എന്നൊരു സങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടാണ് കരുതലും ഇത്തരത്തിലൊരു അദാലത്ത് സംഘടിപ്പിച്ചത്. അതിന് വലിയ രീതിയിലുള്ള പിന്തുണയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇത് അദാലത്തിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ അദാലത്തിൻ്റെ രണ്ടാം ഘട്ടമാണ്. 1.5 വർഷം മുമ്പ് സമാനമായ രീതിയിൽ അദാലത്ത് സംഘടിപ്പിച്ചിരുന്നു. അന്ന് എത്തിയ പരാതികളിൽ ഭൂരിഭാഗവും പരിഹരിക്കപ്പെട്ടിരുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് പരാതിക്കാരെല്ലാവരും ഇന്നലെയും വന്നിരുന്നത്. അത്തരത്തിൽ തന്നെയായിരുന്നു മന്ത്രിമാരുടെ ഭാഗത്തുനിന്നും ഇടപെടലുണ്ടായിരുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് രീതിയിലുള്ള സന്നദ്ധമായിട്ടുള്ള എന്ത് പ്രവർത്തനങ്ങൾക്കും സന്നദ്ധമായൊരു സർക്കാർ ഈ അദാലത്തുകളിലേക്ക് വരുന്ന ശരത് ഇപ്പോൾ സൂചിപ്പിച്ച ഈ അദാലത്തുകളിലേക്ക് വരുന്ന പരാതികളുടെ ഒരു സ്വഭാവം അതെന്താണ്? ഇവരുടെയൊക്കെ ഈ അപേക്ഷകരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട തീർപ്പാക്കൽ അത്തരം പരാതികളാണോ, വ്യക്തിഗതമായ പരാതികളാണോ കൂടുതലും വന്നിട്ടുള്ളത്? ഇപ്പോൾ 474ഓളം പരാതികളിൽ 280ഓളം എണ്ണം പരിഹരിച്ചു തന്നെ പോയി. ഇന്നും അദാലത്ത് തുടരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ പരാതികളുടെ ഒരു സ്വഭാവം അവിടേക്ക് വരുന്നത് ഇന്നലെ നേരിട്ട് മനസ്സിലായത്. ശരത്, തീർച്ചയായിട്ടും ദൈനംദിന ജീവിതത്തിൽ ഒരു മനുഷ്യന് വേണ്ട വളരെ അനിവാര്യമായ പല ആവശ്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റേഷൻ കാർഡ് എന്ന് പറയുന്നത്. ഇന്നലെ വന്ന പ്രധാനപ്പെട്ട പരാതികളൊന്ന് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് വന്ന പരാതികൾക്കെല്ലാം തന്നെ അദാലത്തിൻ്റെ തുടക്കം ഘട്ടത്തിൽ തന്നെ അത് പരിഹരിച്ച് അവർക്ക് വേണ്ടിയിട്ടുള്ള റേഷൻ കാർഡിൻ്റെ ഈ പറയുന്ന മുൻഗണനാ ഗണത്തിലേക്ക് മാറ്റുക, അതുപോലെ തന്നെ റേഷൻ കാർഡിൽ പേര് ഉൾപ്പെടുത്താത്തതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ പരിഹരിക്കപ്പെട്ടത്. അദാലത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ മന്ത്രിമാർ ഇത് പരിഹരിച്ച് അവർക്ക് കൃത്യമായിട്ട് പുതിയ റേഷൻ കാർഡ് നൽകുന്നു. സമാനമായ രീതിയിൽ പലരുടെയും വ്യക്തി ജീവിതത്തിൽ വലിയ സ്വാധീനമുള്ള അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ അനിവാര്യമായിട്ടുള്ള പല ആവശ്യങ്ങളുമായി കൊണ്ടാണ് ഭൂരിഭാഗം പേരും വന്നിട്ടുള്ളത്. ഇത്തരക്കാരാണ് ഈ പരാതിയുമായി വരുന്നത്. ഈ അദാലത്തുകളുടെ ഒരു സ്വഭാവം, ആദ്യഘട്ടത്തിൽ നമ്മൾ ഒരു പരാതിയുമായി വരുമ്പോൾ അത് ഏത് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട പരാതികളാണ് എന്ന് അവർ അത് സ്കൂട്ടിനി ചെയ്യുന്നുണ്ട്. അതിന് താഴെ തട്ടിൽ ഒരു വലിയ സംവിധാനം, ഒരു റിസപ്ഷൻ ഡെസ്ക് എന്നൊക്കെ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന പരാതികളെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഹയർ മോഡിലേക്ക്, അതായത് മന്ത്രിമാരും ആ വകുപ്പുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരുമുള്ള ഘട്ടത്തിൽ ഒരു ഹയർ മോഡിലേക്ക് മാറ്റും. അവിടെ വെച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ പരിഹരിക്കും. ഇതിൽ ഉദ്യോഗസ്ഥർ പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥർ തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് ഇടപെട്ട് പരിഹരിക്കും. അതിനകത്ത് ഏതെങ്കിലും രീതിയിൽ ഉദ്യോഗസ്ഥർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ക്ലാരിറ്റി ആവശ്യമുള്ള കാര്യങ്ങളാണ് മന്ത്രിമാരുടെ ഘട്ടത്തിലേക്ക് എത്തുന്നത്. അവിടെ മന്ത്രിമാർ ഇടപെട്ട് കൃത്യമായ രീതിയിൽ പരിഹരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് അദാലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ അനിവാര്യമായ കാര്യങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ വളരെ അനിവാര്യമായ പരാതികൾ തന്നെയാണ് ഇന്നലെ പരിഹരിക്കപ്പെട്ടിരുന്നത്. ഇന്ന് വടകര താലൂക്കിലാണ് അദാലത്ത് നടക്കുന്നത്. ശരത്ത്, ശരി ശരത്, ഏതായാലും കോഴിക്കോട് നിന്ന് വടകര താലൂക്കിൽ ഇന്ന് അദാലത്ത് നടക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ഈ അദാലത്തുകളുടെ ഒരു പ്രവർത്തന രീതി, ഒരുപക്ഷെ ഈ താലൂക്ക് അദാലത്തിലേക്ക് പോകാത്ത ആളുകളെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്, എന്താണ് അതിൻ്റെ ക്രമീകരണം, സംവിധാനം എന്നൊക്കെ മനസ്സിലാക്കാൻ ശരത്തിൻ്റെ ആ വിശദീകരണം നന്നാവും എന്ന് വിചാരിക്കുന്നു. ബാബു എഴുതിയൊരു പ്രധാനപ്പെട്ട കാര്യം, താലൂക്ക് തല അദാലത്ത് കൂടുതൽ ജനകീയമാക്കണം. കൂടുതൽ ജനകീയമാണ് എന്നതുകൊണ്ടാണ് ഇത്രയധികം അപേക്ഷകർ അവിടെ വരുന്നത്. കാരണം ഇതിലേക്ക് പരാതി കൊടുത്താൽ പരിഹാരം ഉണ്ടാകും. അത് ഒരു വലിയ
വലിയ ബോധ്യമാണ്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷകൾ വരുന്നത്. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ ശരത്ത് സൂചിപ്പിച്ചു. ജനകീയം എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് കൂടുതൽ അപേക്ഷകൾ വരുന്നു, അത് ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു, അതൊക്കെ ചാക്കിൽ കെട്ടി കൊണ്ടുപോയി എല്ലാം സെക്രട്ടേറിയറ്റിൽ വെച്ച് പരിഹരിക്കാം എന്നുള്ളതല്ല. അതാതിടങ്ങളിലേക്ക്, താഴെത്തട്ടിലേക്ക് മന്ത്രിമാരുടെ സാന്നിധ്യം കൊണ്ട് ഉദ്യോഗസ്ഥ സംവിധാനം കുറെ കൂടി ശക്തമായി ഇതിൽ ഇടപെടും. അതുകൊണ്ടാണ് ഇത്രയധികം പരാതികൾ അവിടെ തന്നെ സ്പോട്ടിൽ പരിഹരിക്കപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ജനകീയമാവേണ്ടത്. തീരുമാനങ്ങൾ അടിയന്തരമായി വേഗത്തിലുണ്ടാകണം. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിയണം. അത് വേർതിരിച്ച് കാണണം. ഒരു തരത്തിലും പറ്റാത്തവ മാത്രം മാറ്റി കൂടുതൽ പരിശോധനകൾക്കായി മാറ്റുക. ബാക്കിയൊക്കെ തീരുമാനങ്ങൾ അതിവേഗത്തിൽ എടുക്കാൻ കഴിയുന്ന രീതി. പരാതികൾ സ്വീകരിക്കുന്നതിലല്ല ജനകീയത, പരാതികൾ പരിഹരിക്കുന്നതിലെ അതിൻ്റെ സമഗ്രതയിലും അതിൻ്റെ വേഗതയിലും അതിൻ്റെ സുതാര്യതയിലുമാണ് ജനകീയത എന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ആ തരത്തിൽ അദാലത്തുകൾ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ വിനോദ് കുട്ടപ്പൻ എഴുതുന്ന കാര്യം, ഇന്ന് പത്തനംതിട്ടയിൽ മല്ലപ്പള്ളിയിൽ താലൂക്ക് തല അദാലത്ത് നടക്കുന്നുണ്ട്. മന്ത്രിമാരായിട്ടുള്ള പി രാജീവും വീണ ജോർജും പങ്കെടുക്കുന്നു എന്ന വിവരം കൂടിയാണ് അദ്ദേഹം അതേക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. വടകരയെക്കുറിച്ചാണ് നേരത്തെ ശരത്ത് സൂചിപ്പിച്ചത്. ഏതായാലും ശരത്ത് ഇത്രയും സംസാരിച്ചപ്പോൾ തന്നെ ഇന്നലെ നടന്ന താലൂക്ക് അദാലത്തുമായി, കോഴിക്കോട് താലൂക്ക് അദാലത്തിൽ പങ്കെടുത്ത് മന്ത്രിമാരൊക്കെ സംസാരിച്ചു. വലിയ തോതിൽ പരാതികൾ പരിഹരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതേക്കുറിച്ച് നമുക്ക് നോക്കാം. 474 പരാതികളിൽ 280 പരാതികൾക്ക് ഇന്നലെ തന്നെ അവിടെ വെച്ച് പരിഹാരം കാണാനായിട്ടുണ്ട്. കോവൂർ കൃഷ്ണപിള്ള ഹാളിൽ നടന്ന കരുതലും കൈത്താങ്ങും കോഴിക്കോട് താലൂക്ക് അദാലത്തിൽ ലഭിച്ച 474 പരാതികളിൽ 280 പരാതികൾ പരിഹരിച്ചു. 190 പരാതികൾ ഉദ്യോഗസ്ഥ തലത്തിലും മറ്റുള്ളവ മന്ത്രിമാരുടെ നേതൃത്വത്തിലുമാണ് പരിഹരിച്ചത്. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനുമാണ് കോഴിക്കോട് താലൂക്ക് തല അദാലത്തിന് നേതൃത്വം നൽകിയത്. ജനങ്ങളുടെ പ്രശ്നം സാധ്യമായ രീതിയിൽ പരിഹരിച്ചു മുന്നോട്ട് പോകുന്നതാണ് സർക്കാരിൻ്റെ രീതി. കഴിഞ്ഞ താലൂക്ക് അദാലത്തിൽ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ആശ്വാസമാവുന്ന ഏത് പ്രവർത്തനത്തിനും സർക്കാർ ഒരുക്കമാണെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ ആശ്വാസമാകാൻ പറ്റുന്ന ഏത് ഇടപെടൽ നടത്തുവാൻ സർക്കാർ തയ്യാറാണ് എന്നത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മരം മുറിയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ വന്നു. അവയ്ക്കെല്ലാം ചേർത്ത് ഒരു ഉത്തരവ് ഉടൻ ഇറക്കുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ധാരാളം പരാതികൾ വന്നിട്ടുള്ള ഒരു മേഖലയാണ് മരം മുറിക്കലുമായി ബന്ധപ്പെട്ട മേഖല. ആ മേഖലയിൽ വന്നിട്ടുള്ള എല്ലാ പരാതികളും അപേക്ഷകളും ഒറ്റ പ്രശ്നമായി കണക്കാക്കി അതിനൊരു പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കാൻ സർക്കാർ തീരുമാനിച്ചു. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് വന്ന പരാതികൾക്ക് ഉടൻ പരിഹാരമുണ്ടാക്കി ഗുണഭോക്താക്കൾക്ക് വേദിയിൽ വെച്ച് തന്നെ മന്ത്രിമാർ കൈമാറി. MLA-മാരായ PT റഹീം, അഹമ്മദ് ദേവർകോവിൽ, ലിൻഡോ ജോസഫ്, മേയർ ബീന ഫിലിപ്പ്, ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദ് എന്നിവർ അദാലത്തിന് നേതൃത്വം നൽകി. വടകര താലൂക്ക് തല അദാലത്ത് ഡിസംബർ 10-നും, കൊയിലാണ്ടി താലൂക്ക് തല അദാലത്ത് ഡിസംബർ 12-നും, താമരശ്ശേരി താലൂക്ക് തല അദാലത്ത് ഡിസംബർ 13-നും നടക്കും. കൈരളി ന്യൂസ്, കോഴിക്കോട്. ഏതായാലും താലൂക്ക് തല അദാലത്തുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട കോഴഞ്ചേരി താലൂക്ക് തല അദാലത്തിൽ കണ്ട ചില കാഴ്ചകൾ, അനുഭവങ്ങൾ, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം. രജിസ്റ്റർ ചെയ്തു, കരം അടച്ചു. പരാതി പരിഹരിക്കാനായി മന്ത്രി വീണ ജോർജിനോടൊപ്പം ഉദ്യോഗസ്ഥരും കൂടിയതോടെ മാത്തൂർ സ്വദേശി PS ജോണിന്റെ പരാതിക്ക് മണിക്കൂറുകൾക്കുള്ളിൽ പരിഹാരമായി. ആധാരം രജിസ്റ്റർ ചെയ്തു, രാവിലെ വന്നു രജിസ്റ്റർ ചെയ്തു. അദ്ദേഹത്തിന്റെ പണം ഇല്ല, അത് നമ്മുടെ രജിസ്ട്രാർ അത് അദാലത്തിൽ നീതി നടപ്പായെന്ന പരാതിക്കാരനായ PS ജോൺ, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ സർക്കാർ വിചാരിച്ചാൽ പലതും നടക്കും, അത് നടക്കും. നീതി നടപ്പായി. ജോണിന്റെ പരാതിക്ക് ശാശ്വത പരിഹാരമായെന്ന ജില്ലാ രജിസ്ട്രാർ. ഇത് 2014 അവരുടെ വസ്തുക്കൾ, കുടുംബ വസ്തുക്കൾ ഭാഗപത്രം നടത്തിയപ്പോൾ അന്ന് ആ വില്ലേജ് ഓഫീസിൽ അതിൻ്റെ സർവേ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം പരിഹരിക്കുന്നതിനായിരുന്നു അദ്ദേഹം ഇത്രയും നാൾ ഇതിൻ്റെ പിറകിൽ നടന്നത്. അതിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ വസ്തു ഇന്നത് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരിലേക്ക് ഈ ആധാരം മൂലം ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തിന് കൈമാറുകയാണ് ഉണ്ടായത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.
സാധാരണക്കാർക്ക് ഏറ്റവും സഹായകരവും ആവശ്യമുള്ളതും ഒക്കെ ആയിട്ടുള്ളതാണ് ഈ താലൂക്ക് തല അദാലത്തുകൾ. കാരണം നമ്മുടെ ജീവിക്കുന്ന ചുറ്റുപാടിലേക്ക് മന്ത്രിമാരും ഈ പറഞ്ഞ സംവിധാനങ്ങളും കുറെ കൂടി സജ്ജമായി വരികയാണ്. അവിടേക്ക് പോയി പരാതികൾ പരിഹരിക്കുക. അതാണിപ്പോൾ ജോണിൻ്റെ ഒരു അനുഭവം, വലിയ അനുഭവമാണ്. വർഷങ്ങളായി, കുറേ നാളായി അവരുടെ ഒരു പ്രശ്നം, പരിഹരിക്കേണ്ടതായിട്ടുള്ള പ്രശ്നം പരിഹരിക്കപ്പെടുന്നു മണിക്കൂറുകൾ കൊണ്ട് എന്നുള്ളതാണ്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കാര്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കാരണം ഇത്തരം താലൂക്ക് തല അദാലത്തുകളിലേക്ക് പോകേണ്ട ആളുകൾ മടിക്കാതെ പോവുക, തങ്ങളുടെ പരാതികൾ, ശരിയായ പരാതികൾ, വസ്തുനിഷ്ഠമായ പരാതികൾ, അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ട ഈ സാഹചര്യത്തെ ഉപയോഗിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ, വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ഗുഡ് മോർണിംഗ് കേരളത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം താലൂക്കിലെ അദാലത്തിലെ കാഴ്ചകൾ മന്ത്രിമാർ നേരിട്ട് പങ്കെടുത്ത് പരാതികൾക്ക് പരിഹാരം കണ്ടെത്തിയതിൻ്റെ ഒരു റിപ്പോർട്ട് കൂടി ഒന്ന് കാണാം. മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിയത്. അത് ഞാൻ ആരെ കൂടെയും പറയാനും എനിക്ക് ഒരു മടിയില്ല. പിന്നെ വലിയ സന്തോഷം. ഇന്ന് തന്നെ അതിനുള്ള പരിഹാരം മന്ത്രി പറഞ്ഞു. ഒരുപാട് നന്ദി. റേഷൻ കാർഡിനുള്ള അപേക്ഷ മുതൽ ഭൂമിയിൽ കരമൊടുക്കാനുള്ള അനുമതി വരെ തേടിയെത്തിയവർ, വീടിന് അപേക്ഷ നൽകി കാത്തിരുന്നവർ, എല്ലാവർക്കും മന്ത്രിമാർ നേരിട്ട് പങ്കെടുത്ത താലൂക്ക് അദാലത്തിൽ പരിഹാരം കാർഡ് മാറി കിട്ടി. അതിന്റെ സന്തോഷം പിന്നെ വലിയ സന്തോഷം. മേനംകുളം സ്വദേശിനി ശൈലജയ്ക്ക് സ്വന്തം ഭൂമിയിൽ കരമടയ്ക്കുന്നതിന് 20 വർഷമാണ് കാത്തിരിക്കേണ്ടി വന്നത്. ശൈലജയുടെ വിഷമത്തിന് അന്തിമ പരിഹാരമായ ഉത്തരവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കൈമാറുകയായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആരെ കൂടെയും പറയാനുള്ള ഒരു സന്തോഷമൊക്കെയാണ്. ഇത്രയും വർഷത്തിന് ശേഷം നമുക്കൊരു പട്ടയം കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷം. മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് തന്നെ ഞാൻ വാങ്ങിയത്. അത് ഞാൻ ആരെ കൂടെയും പറയാനും എനിക്ക് ഒരു മടിയില്ല. ഭിന്നശേഷിക്കാരായതിനാൽ ഉറ്റവർ പോലും ഉപേക്ഷിച്ച ദമ്പതികളുടെ വീടെന്ന സ്വപ്നത്തിനാണ് പരിഹാരമായത്. കഠിനംകുളം സ്വദേശികളായ സുരേഷും പാർവതിയും മണ്ണും വീടും പദ്ധതിയിൽ പഞ്ചായത്തിന്റെ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമെന്ന ഉറപ്പുമായാണ് മടങ്ങിയത്. ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി വന്നതാണ്. ഇവർ രണ്ടുപേരും ഭിന്നശേഷിക്കാരാണ്. ഇവർക്ക് മണ്ണും വീടും പദ്ധതിയിൽ ഇവരുടെ പേര് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഇവരുടെ രണ്ടുപേർക്കും കേൾക്കാനോ സംസാരിക്കാനോ കഴിയാത്തവരാണ്. മുൻഗണനാ ലിസ്റ്റിൽ മന്ത്രി ഞങ്ങൾക്ക് ഇവരുടെ പേര് ഉൾപ്പെടുത്തി സഹായിച്ചു. ഇന്ന് തന്നെ അതിനുള്ള പരിഹാരം മന്ത്രി പറഞ്ഞു. ഒരുപാട് നന്ദി. തിരുവനന്തപുരം താലൂക്ക് അദാലത്തിൽ മന്ത്രി GR അനിലും വി ശിവൻകുട്ടിയും MLA-മാരും മേയർ ആര്യ രാജേന്ദ്രനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാറും പരാതി പരിഹരിക്കുന്നതിന് നേതൃത്വം നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. അദാലത്തുകൾ എന്നുള്ളത് പ്രഹസനമാകുന്നില്ല, അത് ഏറ്റവും ശരിയായ നിലയിൽ മുന്നോട്ട് പോകുന്നു. നിരവധി ജോണുമാർ സമൂഹത്തിലുണ്ട്, അവർക്ക് പരിഹാരം നൽകാൻ കഴിയുന്നു ഈ അദാലത്തുകളിലൂടെ സർക്കാരിന് എന്ന കമൻറ്റ് വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ നീതി ജനങ്ങളിൽ എത്തിക്കുന്നതിന് ഈ അദാലത്തുകൾ ഏറെ സഹായകരമാകുന്നു എന്ന അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തുമ്പോൾ ഞങ്ങളും ആ നിലയിൽ ഏറെ സന്തോഷിക്കുന്നു. കാരണം കോഴിക്കോട് നിന്ന്, അതുപോലെ പത്തനംതിട്ടയിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് ഒക്കെയുള്ള ഈ റിപ്പോർട്ടിലൂടെയാണ് കേരളത്തിലെ താലൂക്ക് തല അദാലത്തുകൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എന്താണ് അതിൻ്റെ ഒരു സവിശേഷത, ഏതൊക്കെ തരത്തിൽ അതിന് അവിടേക്ക് എത്തുന്ന മനുഷ്യർക്ക് അവരുടെ അപേക്ഷകളിൽ, പരാതികളിൽ തീർപ്പുണ്ടാകുന്നു എന്ന ഒരു ബോധ്യമാണ് യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടുകളിലൂടെ പ്രേക്ഷകർക്ക് മുമ്പാകെ എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിലയിരുത്തലുകൾ കൂടി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളും സന്തോഷത്തിലാണ് ഈ വാർത്തകൾ കാണുമ്പോൾ. അതിനെ വിലയിരുത്തി ഈ അഭിപ്രായങ്ങൾ ആളുകൾ പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുമേറെ സന്തോഷത്തിലാണ്.